ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിവിടെ കോക്കനട്ട് ക്രീം പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് കോക്കനട്ട് ക്രീം പുഡിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊരു പാനിലേക്ക് ഒഴിച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് തേങ്ങാപ്പാലൊന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ 2 കപ്പ് തേങ്ങാപ്പാലിലേക്ക് 1.5 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലും കൂടെ രണ്ടും നല്ലപോലെ മിക്സായി വരുമ്പോൾ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. കൈ വിടാതെ വേണം ചൂടാക്കി എടുക്കാനായിട്ട്. ചെറുതായിട്ടൊന്ന് കുറുകി വരും വരെ നമുക്ക് ചൂടാക്കി എടുക്കണം. ഏകദേശം കുറുകി വരാനായിട്ടുണ്ട്. കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ ഇതിലേക്ക് മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഷുഗറിൻ്റെ അളവിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷമാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തർ മധുരം അനുസരിച്ചിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ഒന്ന് മെൽട്ടായി വരും വരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം നല്ലപോലെ കൈവിടാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചൈന ഗ്രാസ് വേണം. അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടി ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാനുണ്ട്. ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചൂടാക്കാൻ വേണ്ടി വെക്കാം. കൈ വിടാതെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം.
മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോക്കനട്ട് മിൽക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു അരിപ്പ വെച്ചതിന് ശേഷം നല്ലപോലെ അരിച്ചതിന് ശേഷമാണ് ഞാൻ ചൈന ഗ്രാസ് മൊത്തത്തിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൊത്തമായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചൈന ഗ്രാസ് നമ്മുടെ കോക്കനട്ടും മിൽക്കും കൂടെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. കണ്ടില്ലേ, ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടെ തന്നെ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണിയാനായിട്ട് വെയിറ്റ് ചെയ്യണം. തണിഞ്ഞ് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റിൽ നിന്നൊന്നും കാണിക്കുന്നില്ല. വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ലപോലെ മൊത്തത്തിലൊന്നാക്കി കൊടുക്കാം. മൊത്തമായിട്ട് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മൊത്തത്തിലൊന്ന് ഇട്ടുകൊടുക്കാം. ലാസ്റ്റായിട്ട് വിപ്പിംഗ് ക്രീം ഞാനിങ്ങനെ ഒരു ഫ്ലവർ പോലെ വെച്ചിട്ട് അതിൻ്റെ മേലെയായിട്ട് ബദാം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കോക്കനട്ട് ക്രീം പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം എടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.